ബ്രാഹ്മണരിൽ നിന്ന് പുലയൻ 64 അടി അകലത്തിൽ നിൽക്കുന്ന കാലം മാറണമെങ്കിൽ കുറച്ച് അടിതറയൊക്കെ പഠിക്കാതെ വയ്യ. ഗോപാലദാസ, കറുമ്പ ദൈവത്താൻ, ഒരു വിശേഷം പറയാനുണ്ട്. എന്ത് വിശേഷം? ഇന്നലെ ഞാൻ കോട്ടുകാലിൽ പോയി ശ്രീനാരായണ ഗുരുവിനെ കണ്ടു. എന്നിട്ട് സ്വാമി എന്ത് പറഞ്ഞു? തീണ്ടലും തൊടിയിലും നമ്മുടെ ആൾക്കാരുടെ കഷ്ടപ്പാട് മാറണമെങ്കിൽ നമ്മുടെ കുട്ടികളെ കുടിപ്പള്ളിക്കൂടത്തിൽ ചേർക്കണമെന്നാ സ്വാമികൾ പറയണേ. അതിന് തമ്പ്രാക്കന്മാര് നമ്മുടെ കുഞ്ഞുങ്ങളെ കുടിപ്പള്ളി കയറ്റൂ. തമ്പ്രാക്കൾ കയറ്റിയില്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് കുടിപ്പള്ളിക്കൂടം കെട്ടണം. എന്താ എന്തുണ്ട്? മോങ്ങാതെ കാര്യം പറയൂ. വേല കഴിഞ്ഞ് മോന്തിക്ക് 6 കൂടി ചന്തയ്ക്ക് പോകുമായിരുന്നേ. വഴിയില് അമ്പ്രക്കന്മാരെ കണ്ടപ്പോ ഈ മാട്ടെ കയറി ഒളിച്ച് വെലച്ച് വഴി നടക്കാറായോടെന്ന് ചോദിച്ച് അമ്പ്രാക്കൾ എന്നെ തലങ്കം വിലങ്ങും അടിച്ച് ഒടുക്കം ചേറ്റില് തല്ലി. കുളിച്ചു കുടിപ്പോ. നിന്നെ തല്ലിയ തമ്പ്രാക്കള് പൊലയന്റെ അടിയുടെ ചൂട് നാളറിയും. ചാത്ത, നമുക്കൊരു മിന്നുവെട്ടി വേണം. നല്ല വെളുത്ത 2 കാളകളും കൊമ്പിലും കഴുത്തിലും മണി കെട്ടണം. പുലയന് കാലുകുത്താൻ മേലാത്ത വഴിയിലൂടെ നമുക്കൊരു വില്ലുവണ്ടി യാത്ര നടത്തിക്കളയാം. കറുമ്പനും ചാത്തനും തേവനും ചോതിയും എല്ലാവരും ഉണ്ടാവണം. വെങ്ങാനൂരിൽ നിന്ന് ബാലരാമപുരം വഴി ആറാലുംമൂട് ചന്തയിലേക്ക്. ഏത് തമ്പ്രാനാണ് തടയുന്നതെന്ന് നമുക്കൊന്ന് കാണണം. ഒരടി തന്നാൽ 10 അടി തിരിച്ചു വരുന്നവരായി. പാടത്തും പറമ്പിലും പണിയെടുക്കുന്ന കാരിരുമ്പിന്റെ കരുത്തുള്ള ഈ കൈകൾ കൊണ്ട് അടിച്ചാൽ കുഴച്ചുണ്ടു മാത്രം ശീലമുള്ള തമ്പ്രാക്കളുടെ ദേഹം താങ്ങൂല. അതുകൊണ്ട് വഴിമാറ്. എന്താണ് നോക്കി നിൽക്കുന്നത്? അടിച്ച് ഓടിക്കണം ഈ പൊലക്കിടാത്തന്മാരെ. അടി കൊണ്ട് മാത്രം ശീലമുള്ള അടിയാളവർഗം ഇനി തമ്പ്രാക്കളുടെ അടി കൊള്ളില്ല, കൊടുക്കുകയേ ഉള്ളൂ. പട്ടിക്കും പൂച്ചയ്ക്കും നടക്കാൻ കഴിയുന്ന പൊതുനിരത്തിൽ പൊലയനും പറയനും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ കഴിയുവോളം നമ്മൾ പോരാട്ടം തുടരും. ഇത് വെങ്ങാനൂരിലുള്ള അയ്യങ്കാളി സ്മാരകം. ഇവിടെയായിരുന്നു അധസ്ഥിത കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ആ മഹാത്മാവ് ആദ്യ വിദ്യാലയം തുറന്നത്. പക്ഷേ കിടാത്തന്മാരുമായി പലങ്ങപ്പോഴേ പോയതാ കുടിപ്പള്ളിക്കൂടത്തിൽ. പക്ഷേ എന്താ എന്താ ഉണ്ടായതെന്ന് പറയൂ. നമ്മളെ കുടിപ്പള്ളിക്കൂടം ആ അമ്പ്രാക്കള് കത്തിച്ചാണ്. കറുത്തവന്റെ കൊച്ചുങ്ങൾ കണ്ണു തെളിയുന്നതില് അമ്പ്രാക്കൾക്ക് ഇത്ര പൂർത്തികളോ? ചിന്ത, കുറുമ, മല്ല, ചോയി എല്ലാവരും വരുന്നതാ. എന്റെ കുട്ടികള് പഠിക്കണ്ടായെങ്കില് ഇക്കാറായ പാടങ്ങളിലൊക്കെ മുട്ടിപ്പുല്ല് കിളിപ്പിക്കും ഞാൻ. നമ്മുടെ ആളോളിനി പാടത്തിറങ്ങണമെങ്കിൽ നമ്മുടെ കുട്ടികളെ പള്ളിക്കൂടത്തിൽ കയറ്റണം. ഉള്ളതാ അമ്പ്രാനെ തീറ്റ ഇനി നമ്മ പാടത്തിറങ്ങൂല.